ഒരിക്കൽ മുസ്തഫായ നബി തങ്ങളുടെ ഹദറത്തിൽ വന്നുകൊണ്ട് ഒരു സഹാബി വര്യൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് ആദ്യം ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് മക്കൾ കുട്ടികളായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്, പൈസയുണ്ട് ഇഷ്ടം പോലെ. പിന്നെ ഞങ്ങൾ ആ വീട് ഉപേക്ഷിച്ച് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ മക്കൾ കുട്ടികൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മരിച്ചു പോകാൻ തുടങ്ങി, പൈസ കുറയാനും തുടങ്ങി. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആ വീട് വിറ്റ് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുക. എന്താ കാരണം? ബറക്കത്തില്ല. വീട്ടിൽ ബറക്കത്തില്ല എന്നുള്ളതിന് രണ്ട് അടയാളങ്ങൾ ഉണ്ടാവും. ഒന്ന്, തുടരെയുള്ള മരണങ്ങൾ നടക്കും. മരിക്കും, ജീവനുള്ള മനുഷ്യന്മാരൊക്കെ മരിക്കും. പക്ഷെ ഒരു പെരയിൽ മരിക്കുന്ന വെച്ചാൽ ബറക്കത്ത് കുറഞ്ഞു വീട്ടിൽ എന്നതിൻ്റെ അടയാളമാണ്. കാരണം വീട് മരിക്കാനുള്ളതല്ല, ജീവിക്കാനുള്ളതാണ്. പേര മരിക്കാനുള്ളതല്ലോ, ജീവിക്കാനുള്ളതല്ലേ. മരണം എന്നാൽ മനുഷ്യനെ കണക്കാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് മരിക്കൂല എന്നില്ല. പക്ഷെ തുടർച്ചയായ മരണങ്ങൾ നടക്കുക ഒരു വീട്ടിൽ എന്നത് വീട്ടിലെ ബറക്കത്ത് കുറഞ്ഞു എന്നതിൻ്റെ അടയാളമാണ്. എന്നതുപോലെ പൈസ എത്ര കിട്ടിയാലും കാണാനില്ല. തള്ളാർ പറയും ഓട്ടക്കൈയാണ്, എത്ര കിട്ടിയാലും കൂടിയേ പോയത് എന്നറിയില്ല. വീട്ടിൽ ബറക്കത്തിൻ്റെ കുറവാണ്. വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ എന്താ ചെയ്യേണ്ടത്? വീട്ടിൽ വെച്ച് അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യൽ ബറക്കത്തുണ്ടാവാനുള്ള ഒരു വഴിയാണ്. എല്ലാ ദിവസവും രാത്രിയിൽ സൂറത്തുൽ വാഖിയ ഒരു തവണ ഓതുക എന്നത് ബറക്കത്തുണ്ടാവാനുള്ള വഴിയാണ്. മൻ ഖറഅ സൂറത്തുൽ വാഖിയ ഫീ കുല്ലി ലൈലത്തിൻ മർറ ലം യജിദുഹു ഫാഖത്തുൻ അബദാ. ആരെങ്കിലും എല്ലാ ദിവസവും രാത്രിയിൽ ഒരു തവണ സൂറത്തുൽ വാഖിയ ഓതിയാൽ അവൻ ഒരിക്കലും ദാരിദ്ര്യം വരൂലാന്ന് ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു. വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ മൂന്നാമത്തെ ഒരു കാര്യം കൂടിയും ചെയ്യണം. മനുഷ്യനല്ലാത്ത മറ്റെന്തെങ്കിലും ഒരു ജീവി വീട്ടിൽ വേണം, അതൊരു ബറക്കത്താണ്. കോഴി അല്ലെങ്കിൽ ആട്, കയ്യെങ്കിലും ഒരു കുട്ടി അല്ലെങ്കിൽ പൈക്കുട്ടി പോത്തായാലും കുഴപ്പമില്ല. അതിനൊന്നും പറ്റൂലെങ്കിൽ ഒരു പൂച്ചെങ്കിലും വേണം. മനുഷ്യനല്ലാത്ത എന്തെങ്കിലും ഒരു ജീവി വീട്ടിലുണ്ടാവൽ ബറക്കത്താണ്. മീൻ തിന്നിട്ട് മുള്ള് ബാക്കിയാവുമ്പോൾ നല്ലൊരു വൃത്തിയുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് വെച്ചിങ്ങാണ്ട് ഞാനത് പൂച്ചക്ക് ഭക്ഷണമാക്കുകയാണ് എന്ന് നിയ്യത്ത് ചെയ്താലേ ഒഴിവാക്കണം. മീൻ മുള്ളുകൊണ്ട് പൂച്ചക്ക് ഭക്ഷണം കൊടുത്ത കൂലിയും കിട്ടും, ഒപ്പം ബറക്കത്തും കിട്ടും. അങ്ങനെയാണ്. ബാക്കിയുള്ള ചോറ് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെക്കും, രണ്ടാമത്തെ ദിവസം പിന്നെ എടുത്ത് ഒഴിവാക്കലാണ് പതിവ്. നേരെ ഒഴിവാക്കാനുള്ള പ്രയാസം കൊണ്ട് ഫ്രിഡ്ജ് കയറ്റി വെക്കും. പിറ്റേന്ന് എടുക്കുന്നില്ല, പിറ്റേന്ന് വേറെ ചോറ് വെക്കും, എന്നിട്ട് ആ പയതെടുത്തുകൊണ്ട് പിന്നെ ഒഴിവാക്കും. ആ ഒഴിവാക്കുമ്പോൾ ഞാനിത് കോഴിക്കുള്ള ഭക്ഷണമാക്കുകയാണ് എന്ന് നീയത്ത് വെച്ചാൽ ഭക്ഷണം കളയാന്നുള്ള പ്രശ്നമില്ല. ഒഴിവാക്കണ ഭക്ഷണം കൊണ്ട് കോഴിക്ക് ഭക്ഷണം കൊടുത്തതിൻ്റെ കൂലി വാങ്ങുകയും ചെയ്യാം. ഇങ്ങനെ മുതലാക്കാറുണ്ട്. മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ വേസ്റ്റ് എന്നൊരു സാധനം ഇല്ല എന്നാണ്. ഒക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ബാക്കിയുണ്ടെങ്കിൽ ഉറങ്ങുമ്പോൾ നീയത്തൊക്കെ പഠിച്ചവനെ ദൂരക്കാരൻ കഴിഞ്ഞ് അസർക്കാരൻ വരെയുള്ള സമയം ബാക്കിയുണ്ട്, അസർ നിസ്കാരത്തിനൊരു ഉഷാറ് കിട്ടാനാണ് ഞാൻ ഉറങ്ങണത് എന്ന് നീയത്ത് വെച്ചാണ്ട് ഉറങ്ങിയാലേ ഉറങ്ങണേനും കൂലിട്ടും. അങ്ങനെയാണ്. വേസ്റ്റില്ല, ഒക്കെ മുതലാക്കണം. ആശുപത്രിയിലായി ഉമ്മാൻ്റെ അമ്മ, ആശുപത്രിൻ്റെ വരാന്തേൽ ഇങ്ങനെ വെറുതെ പോയിരിക്കുമ്പോഴും നീയത്ത് നേരാക്കിയാണ്ട് കൂലി വാങ്ങണം. അങ്ങനെയാണ്. രാവിലെ നീച്ചേക്കിന് പാടത്തേക്ക് കൈക്കോട് എടുത്തുങ്ങാണ്ട് പോകുമ്പോഴും നീയത്ത് നേരാക്കിയാൽ പഠിച്ചോൻ്റെ ഇരുന്ന് കൂലിട്ടും. അങ്ങനെയാണ്. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു വേസ്റ്റ് ഉണ്ടാവില്ല, ഒക്കെ മുതലാക്കുക, എല്ലാ കാര്യങ്ങളും മുതലാക്കണം. അങ്ങനെ മുന്നോട്ട് പോകണം. അപ്പോൾ ബറക്കത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാത്തിലും ബറക്കത്തുണ്ട്. വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ ഇങ്ങനെ ചെയ്യണം. ജീവിതം മൊത്തം ബറക്കത്തുള്ളതായി മാറണം. എന്നിട്ട് ദ്വാരക്കും വേണം.